ഇത്തവണ ഞാൻ വേറെ 2 ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. പൊതുവേ മെച്യൂർഡ് സ്കിന്നിൻ്റെ ഒരു കംപ്ലൈൻ്റാണ് ഈ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ്. എനിക്കും അത് വളരെയധികം ഉണ്ട്. അപ്പം ഞാൻ അതിന് ഉപയോഗിക്കുന്ന 2 ഐറ്റംസ് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്ന് ഈ മേബി ലൈൻ്റെ ഒരു ഇറേസർ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കാണുന്നവരാണെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞു തരുന്ന ഒരു ഐഡിയ ആണിത്. ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്കത് മേബി ലൈൻ്റെ ഉള്ള പൈസയൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഇത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഷെയ്ഡ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ നിങ്ങളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള കുട്ടികൾ തന്നെ പറഞ്ഞു തരും നിങ്ങളുടെ സ്കിൻ ടോണിന് ഏത് ഷെയ്ഡാണ് ചേരുക എന്നുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ മേബി ലൈൻ്റെ ഇറേസർ, ഇവിടെ ഒരു സ്പഞ്ച് ഉണ്ട്. ആ സ്പഞ്ച് വെച്ചിട്ട് ആഫ്റ്റർ സൺസ്ക്രീൻ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക രണ്ട് സൈഡ് കേട്ടോ. കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കോമ്പാക്ട് പൗഡറാണ് റെക്കമെൻഡ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ മേബി ലൈൻ്റെ ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതും നിങ്ങളുടെ ഷെയ്ഡ് തിരഞ്ഞെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലൊരു റെമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളും പരീക്ഷിച്ച് നോക്കൂ. ഹെൽത്ത് ആൻഡ് ഗ്ലോയിലെല്ലാം ഇത് കിട്ടും. പ്രത്യേകിച്ച് ഈ ഷെയ്ഡ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുകയായിരിക്കും നല്ലത്. ആമസോണൊക്കെ വഴി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷെയ്ഡ് നിങ്ങൾക്ക് ചേരണമെന്നില്ല. ഈ 2 പ്രോഡക്റ്റെല്ലാം യൂസ് ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയൂ. അപ്പോൾ അടുത്ത 2 പ്രോഡക്ട്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.